ബഹുഭാര്യാത്വവുമായി ബന്ധപ്പെട്ട തന്റെ പരാമർശം ദുർവ്യാഖ്യാനിച്ചെന്ന് സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി. 20-ാം നൂറ്റാണ്ടിലും ശൈശവ വിവാഹമുണ്ടെന്ന് പറയാൻ EMSന്റേത് ഉദാഹരിച്ചതാണ്. ഇത് പറഞ്ഞപ്പോൾ പൊള്ളിയവർ നബിയെ പറയുമ്പോൾ ഞങ്ങൾക്കും പൊള്ളുമെന്ന് ഓർക്കണം. ശിവപാർവതിയെ അധിക്ഷേപിച്ച ഉമർ ഫൈസിയാണ് തനിക്കെതിരെ പറയുന്നത്. തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അതിൽ തനിക്ക് ഭയമില്ലെന്നും ബഹാവുദ്ദീൻ നദ്വി പ്രതികരിച്ചു. ആ പരാമർശം ഈ നെഗറ്റീവ് താല്പര്യമുള്ള ചില വാർത്താ മാധ്യമക്കാർ വിഷയാക്കിയതാണ്. പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മന്ത്രിമാരെ മാത്രമാക്കി ചില തൽപര കക്ഷികൾ ചുരുക്കി. മന്ത്രിമാരെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടലാക്ക അതിന്റെ പിന്നിലുള്ളത്. പിന്നെ ബൈ ചാൻസ് സംസാരത്തിന്റെ ഇടയിൽ ശൈശവ വിവാഹം 6-ാം നൂറ്റാണ്ടിലല്ല, അത് 16-ാം നൂറ്റാണ്ടിൽ വരെ 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിന് ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരാളെ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പം അത് ചില ആളുകൾക്ക് പൊള്ളേണ്ടതില്ല. കാരണം അവർ ഇസ്ലാമിന്റെ പ്രവാചകനെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവഹേളിച്ച് അധിക്ഷേപിച്ച് പരിഹസിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവനവനോട് ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടിയപ്പോൾ അവരെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളി. ഈ പൊള്ളല് മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്ന അനുയായികൾക്ക് ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, എങ്ങനെയാണ് നദ്വി മറുപടി പറയുന്നത്? ധന്യ, അദ്ദേഹത്തിന്റെ പ്രസംഗം വലിയ തരത്തിൽ വിവാദമാവുകയും അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ വരെ ഉണ്ടാവുകയും ചെയ്തൊരു പശ്ചാത്തലം. അതോടൊപ്പം തന്നെ സമസ്തയിലെ തന്നെ ഒരു വിഭാഗം അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ബഹാവുദ്ദീൻ നദ്വി ഇതിനെതിരെ വിശദീകരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. താൻ അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ചില ദുഷ്ട ശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. താൻ ആരെയും പ്രത്യേകമായി ഏതെങ്കിലും വ്യക്തികളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അക്കാര്യങ്ങളിൽ താൻ മന്ത്രിമാരെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞു എന്ന തരത്തിൽ അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. സമൂഹത്തിൽ നടക്കുന്ന ജീർണതയ്ക്കെതിരെ ഉത്ബോധനം നടത്തുകയാണ് താൻ ചെയ്തത്. തന്റെ വിശ്വാസികൾക്ക് മുന്നിലാണ് താൻ അത്തരത്തിൽ പറഞ്ഞത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശൈശവ വിവാഹവും അതോടൊപ്പം തന്നെ ഈ ബഹുഭാരിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. അത് ജനറലായി പറഞ്ഞ ആരെയും ഉദ്ദേശിച്ച് പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞതല്ല. ഈ 20-ാം നൂറ്റാണ്ടിലും ഇത്തരത്തിലുള്ള ശൈശവ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ മുഹമ്മദ് നബിയുടെ ഈ 6-ാം നൂറ്റാണ്ടിൽ ശൈശവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയെ കുറിച്ച് ഈ പല ആളുകളും ഇത്തരം ആളുകൾ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇസ്ലാമിക വിശ്വാസികൾക്ക് അല്ലെങ്കിൽ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് വേദനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ പറയുന്ന ആളുകൾ അപ്പൊ തിരിച്ചങ്ങോട്ട് പറയുമ്പോൾ അത് അവർക്കും വേദനിക്കുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെയും അദ്ദേഹം രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ഉമർ ഫൈസി മുക്കത്തിനെതിരെ വലിയ തരത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തന്നെ ഈ ഉമർ ഫൈസി മുക്കം തനിക്കെതിരെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞതായി അറിഞ്ഞു. പക്ഷേ അദ്ദേഹം ഈ ശിവലിംഗത്തെ പോലെ ഒക്കെ അധിക്ഷേപിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പറയാൻ അറിയാതെ ഇല്ലാതെ അവസ്ഥയോട് തള്ളിക്കളയുന്നു എന്നുള്ള ഒരു വിശദീകരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ശരി ജംഷീർ.